ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദേവസ്വം ബോർഡ്. ഇന്ന് മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗിലും തത്സമയ ബുക്കിംഗിലും നിയന്ത്രണം. വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും തത്സമയ ബുക്കിംഗ് 5,000-ആയും നിജപ്പെടുത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചും പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷവുമാണ് പുതിയ ക്രമീകരണങ്ങൾ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി 13-ന് 50,000-ആയും മകരവിളക്ക് ദിവസമായ ജനുവരി 14-ന് 40,000-ആയും മകരവിളക്ക് കഴിഞ്ഞ് അടുത്ത ദിവസമായ 15-ന് 60,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ട്. അതേസമയം തത്സമയ ബുക്കിംഗ് നിലയ്ക്കലേക്ക് മാറ്റി. അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നവരും ബുക്കിംഗിന് നിൽക്കുന്നവരും ചേർന്നുള്ള തിരക്ക് ഒഴിവാക്കാനാണ് ഈ പുതിയ ക്രമീകരണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പമ്പയിൽ പ്രവർത്തിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്റർ നിലയ്ക്കലേക്ക് മാറ്റുവാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തത്സമയ ബുക്കിങ്ങിന് വരുന്ന ആളുകളെ നിലയ്ക്കൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. സുഗമമായ ദർശനത്തിന് വേണ്ടി മാത്രമാണ് പോലീസുമായിട്ടും കോടതിയുടെ നിർദ്ദേശമനുസരിച്ചും ഒക്കെ ആലോചിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകർ മകരവിളക്ക് ദർശിക്കുന്നതിന് മലയിറങ്ങാതെ സന്നിധാനത്ത് തങ്ങാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തും പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകർ മകരവിളക്ക് ദർശിച്ച ശേഷം കൂട്ടത്തോടെ പമ്പയിലേക്ക് എത്തിയാൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന അയ്യപ്പ ഭക്തരും ചേർന്ന് തിരക്ക് രൂക്ഷമാകും. ഇത് ഒഴിവാക്കാൻ ജനുവരി 15 മുതൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സ്ലോട്ടുകളിൽ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർ വൈകുന്നേരം 6-ന് ശേഷം എത്തണം. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തത്സമയ ബുക്കിംഗ് 15 മുതൽ 11 മണിക്ക് ശേഷമേ ഉണ്ടാകൂ. സുരക്ഷിതവും സുഗമവുമായ അയ്യപ്പ ദർശനം എല്ലാവർക്കും സാധ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡിന്റെ ഈ പുതിയ ക്രമീകരണങ്ങൾ. അമൃത ന്യൂസ്, സന്നിധാനം.